എൻ പ്രിയൻ ഓ നല്ലവൻ, എൻ പ്രിയൻ ഓ നല്ലവൻ. ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില. വീണ്ടെടുത്തു എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തു എന്നെ തൻ ചോര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 21 അധ്യായം 14 വാക്യം. അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകുക, നിന്റെ വഴികളെ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന പദമാണ്. ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ വഴി ഗ്രഹിപ്പാനും ദൈവത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുവാനും ഇഷ്ടമില്ലാത്ത ഒരുപറ്റം ആളുകളെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വളർച്ചകളും ശ്രേഷ്ഠതകളും നന്മകളും ഉയർച്ചകളും നന്മകളുമൊക്കെ പലപ്പോഴും നമ്മെ നടത്തിയവരെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മളെ സഹായിച്ചവരെയും ഒക്കെ മറന്ന് നാം മുൻപോട്ട് പോകുവാൻ ഇടവരുത്താറുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ശമൂവേലിന് എഴുതിയ 1 പുസ്തകം 25 അധ്യായം 10 വാക്യത്തിൽ വരുമ്പോൾ നാബാൽ എന്ന് പറയുന്ന മനുഷ്യൻ ദാവീദിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല, ദാവീദിന്റെ ഭൃത്യന്മാരോട് ദാവീദിനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദാവീദ് ആരാണ്? ഇശായിയുടെ മകൻ ആരാണ്? യജമാനന്മാരെ വിട്ട് പൊയ്ക്കളയുവാൻ ദാസന്മാർ ഇക്കാലത്ത് വളരെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നാബാലിന്റെ ഇടയന്മാർക്ക് ഒരു കാലഘട്ടത്തിൽ സംരക്ഷണമായിരുന്ന ദാവീദിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന നാബാൽ ഇപ്പോൾ ചോദിക്കുകയാണ്, അവൻ ആരാണ്? കാരണം ദാവീദിന്റെ ജീവിതത്തിൽ തകർച്ചയുടെ കാലമാണ്, നാബാലിന്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ കാലമാണ്. ജീവിതത്തിൽ ഉയർച്ചകളും നന്മകളും ഒക്കെ ചിലത് മറന്നു പോകുന്നതിനും ചിലതെ പരിഹസിക്കുന്നതിനും കാരണമായി തീരുന്നു എന്ന് ആ വാക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. 14 സങ്കീർത്തനം 1 വാക്യത്തിൽ ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു, മ്ലേച്ഛത പ്രവർത്തിക്കുന്നു എന്ന പദമാണ്. അത് തന്നെയാണ് 53 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. മത്തായി സുവിശേഷം 27 അധ്യായം 25 വാക്യത്തിൽ വരുമ്പോൾ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. ലോകരക്ഷകനായി ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുമശിഹ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നിൽക്കുന്നു എങ്കിലും ഒരുപറ്റം ആളുകൾ യേശുവിനെ ക്രൂശിക്കണമെന്ന് ശബ്ദമുയർത്തി പീലാത്തോസിനോട് പറയുകയാണ്. പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, അവൻ ചെയ്ത കുറ്റം എന്താണ്? അവന്റെ തെറ്റെന്താണ്? അതൊന്നും കേൾക്കുവാൻ അവർക്ക് ആഗ്രഹമില്ല. അവർ പറയുന്നു, അവനെ ക്രൂശിക്ക എന്നുള്ളതാണ്. പീലാത്തോസ് ചോദിക്കുന്നു, ഈ രക്തം ആര് മറുപടി പറയുമെന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് പറയുന്ന ജനമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിയാത്തൊരു കൂട്ടം ജനം, ദൈവത്തെ പരിഹസിക്കുന്ന ജനം, ദൈവത്തിൻ്റെ വഴികൾ കേൾക്കുവാനും അംഗീകരിക്കാനും ഇഷ്ടമില്ലാത്ത ജനം. എന്നാൽ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് ഇസ്രായേൽ തലമുറകളിലേക്ക് കടന്നു വന്ന പ്രതിസന്ധിയുടെ ആഴങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ വഴികളെ തിരിച്ചറിയുന്നവരും
ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരുമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ദുഷ്ടതയുടെ വഴി ആഗ്രഹിക്കുകയും ആ വഴിയിൽ യാത്ര ചെയ്ത് നാശത്തിലെത്തുകയും ചെയ്യുന്നവരായിട്ടല്ല, ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത് ആ നിലയിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.